ഇന്ന് നമ്മളൊക്കെ മടിയന്മാരായി. അത് മാത്രമല്ല, ഒരു തെങ്ങിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്ന് പോലും നമുക്കറിയാതെയായി. ഓക്കെ, നമുക്ക് ഏതായാലും തെങ്ങ് കൃഷിയെ എങ്ങനെ നമുക്ക് പരിപോഷിപ്പിക്കാം, എങ്ങനെ നമുക്കതിനെ ആദായകരമാക്കാം, നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. 3 മീറ്റർ വ്യാസാർത്ഥത്തിലുള്ള തടമായിരിക്കണം എടുക്കേണ്ടത്. അതേപോലെ നമ്മൾ ഈ തടം എടുത്തു കഴിഞ്ഞാൽ ആ തടത്തിൻ്റെ മേലെ നമുക്ക് ചീര, മഞ്ഞൾ, ഇഞ്ചി, കുറ്റിപ്പയർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ആ തടത്തിലും വളർത്താൻ പറ്റും. മിഫന്ന ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വി കെ നീറാണ്. തോട്ടവിളയായ തെങ്ങ് ഒരു തോറ്റ വിളയായി മാറിയ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്. പണ്ട് നമ്മുടെ പൂർവികര് മണ്ണിൽ നന്നായി അധ്വാനിച്ചിരുന്ന സമയത്ത് ആ തെങ്ങിൽ നിന്ന് ധാരാളം കായഫലങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു. മണ്ണും നന്നായിരുന്നു, വ്യത്യസ്ത കൃഷികളും ചെയ്തിരുന്നു. അതുകൊണ്ട് ഉപജീവനം നടത്തി പോവുകയും ചെയ്തു. ഇന്ന് നമ്മളൊക്കെ മടിയന്മാരായി. അത് മാത്രമല്ല, ഒരു തെങ്ങിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്ന് പോലും നമുക്കറിയാതെ ആയിപ്പോയി. എന്ത് വളം കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് തെങ്ങിന് തടമെടുക്കേണ്ടത്, അതൊന്നും അറിയാതെ ആയിപ്പോയി. പണ്ട് ആളുകൾ തേങ്ങ വലിക്കാൻ വരുന്നവര് തെങ്ങിൽ കയറി തേങ്ങ വലിച്ച് ഇറങ്ങിപ്പോരുന്ന സിസ്റ്റമായിരുന്നില്ല. അവരതിലുള്ള തെങ്ങിനെ ക്ലീൻ ചെയ്യും, അതിലുള്ള കച്ചറകളൊക്കെ ഒഴിവാക്കും. ഏതെങ്കിലും കൊല ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറെ താങ്ങുകാല് കൊടുക്കും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് കെട്ടിയിട്ട് മേലെ പട്ടയിലേക്ക് കെട്ടിവെക്കും. ഇങ്ങനെയൊക്കെ അതിനെ സംരക്ഷിച്ച് കൊണ്ടുവന്നിരുന്നു. ഇന്നുള്ളവർക്ക് അത് അറിയില്ല. ഇന്നുള്ളവർ അന്യ സംസ്ഥാനക്കാരും മറ്റാളുകളൊക്കെ വരുന്നു, അവർ മെഷീൻ വെച്ച് കയറുന്നു. എവിടുന്നാണോ അവരുടെ കത്തി കൊലയിലേക്ക് എത്തുന്നത് അവിടെ നിർത്തി അതിനെ വെട്ടി മാറ്റി അവിടുന്ന് ഇറങ്ങി പോരുന്നൊരവസ്ഥ. ബാക്കി ആ വെട്ടിയതിൻ്റെ കമ്പ് മൊത്തം അവിടെ കിടക്കും. അങ്ങനെ വീണ്ടതിലേക്ക് ഫംഗസും കാര്യങ്ങളും വന്ന് അതാകെ ഒരു തോറ്റ വിളയായി. നമ്മളതിനെ മാറ്റി എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്നത്തെ അവസ്ഥ അതാണ്. ഓക്കെ, നമുക്ക് ഏതായാലും തെങ്ങ് കൃഷിയെ എങ്ങനെ നമുക്ക് പരിപോഷിപ്പിക്കാം, എങ്ങനെ നമുക്കതിനെ ആദായകരമാക്കാം, നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മൾ ഒരു തെങ്ങിന് അതിന് വേണ്ട വളം കൊടുക്കുകയാണെങ്കിൽ ഓരോ മാസവും ഓരോ ഓല പട്ട അതിനുണ്ടാവും. അതിന്റെ ഓരോ ഓലയുടെ ഇടയിലും ഓരോ പൂങ്കുല ഉണ്ടാവും. ഈ പൂങ്കുലയിൽ തേങ്ങയും ഉണ്ടാകും. ഇതാണ് അതിനുണ്ടാവുക. അപ്പൊ ഇതില് തേങ്ങ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുക്കേണ്ട എല്ലാതരം NPK വളങ്ങളാവട്ടെ, മറ്റ് പോഷക മൂലകങ്ങളാവട്ടെ, ഇതൊക്കെ നമ്മൾ അതിന് കൊടുത്തേ പറ്റൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെങ്ങ് എന്ന് പറയുന്നത് തായ്വേര് ഇല്ലാത്ത പക്ക വേരുകൾ മാത്രമുള്ള ഒരു വൃക്ഷമാണ് തെങ്ങ്. നമ്മൾ സാധാരണ മാവിനും പ്ലാവിനും ഒക്കെ കാണുന്നത് പോലെ ധാരാളം തായ്വേരുകളൊക്കെ വന്ന് ധാരാളം വേരുകൾ വരുന്ന ഒരു സിസ്റ്റം അല്ല തെങ്ങിനുള്ളത്. പൂർണ്ണ വളർച്ച എത്തിയ നല്ലൊരു തെങ്ങ് ഏതാണ്ട് 1.25 മീറ്റർ ആയത്തിലും 1.25 മീറ്റർ വശങ്ങളിലേക്കും തെങ്ങിന്റെ വേരുകൾ പോകും. അപൂർവം ചിലത് കുറച്ചും കൂടെ ദൂരേക്ക് പോകുന്നതാണ്. ഈ പ്രത്യേകത മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ തെങ്ങിന് തടം എടുക്കേണ്ടതും വളം നൽകേണ്ടതും നടുന്ന സമയത്ത് നടേണ്ടത്. നമ്മളൊരു തെങ്ങിന് തടമെടുക്കുന്ന സമയത്ത് ഏകദേശം 3 മീറ്റർ വ്യാസാർത്ഥത്തിലുള്ള തടമായിരിക്കണം എടുക്കേണ്ടത്. 3 മീറ്റർ വ്യാസാർത്ഥത്തിൽ തടമെടുത്ത് ആ തടമെടുക്കുമ്പോൾ തന്നെ തെങ്ങിൽ നിന്നും ചെരിച്ചു കൊണ്ടുവന്ന് തടത്തിന്റെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ അത് ഒരടി 1.25 അടി താഴ്ച വരണം. അപ്പോൾ നമ്മൾ മൊത്തം അവിടുന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന മണ്ണും ഈ 1.25 അടി താഴ്ത്തുന്ന മണ്ണും എടുത്ത് അതിന്റെ ചുറ്റുഭാഗം വരമ്പ് മാടുന്ന സമയത്ത് അത് അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു തടായിട്ടുണ്ടാവും. അതിലേക്ക് പുറത്ത് നിന്ന് എത്ര മഴ പെയ്താലും വെള്ളം ഇതിലേക്കും വരില്ല. ഇതിലുള്ള പെയ്തിറങ്ങുന്ന വെള്ളം ഒരിക്കലും പുറത്തേക്കും പോകില്ല. അത് കാരണം ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളും പുറത്തേക്ക് പോകില്ല. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ഒരു തടം എടുക്കുക. അങ്ങനെ തടം എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുമ്മായ വസ്തുക്കൾ ചേർക്കണം. അതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡോളോമേറ്റ് ആണ്. ഡോളോമേറ്റ് ഇട്ട് കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഓൾറെഡി അതിൽ മഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിന്റെ pH ലെവൽ ചെയ്യുകയും ചെയ്യും. ഇനി അഥവാ നമുക്ക് മഗ്നീഷ്യത്തിന്റെ അഭാവമുണ്ട്, കൂടുതൽ മഗ്നീഷ്യം നൽകണം എന്നുണ്ടെങ്കിലും അത് ആ കൂട്ടത്തിൽ തന്നെ നൽകാനും പറ്റും. അപ്പോൾ നമുക്ക് അതിന് സമയത്തെ ലാഭിപ്പിക്കാനും പറ്റും. നീറ്റുകൊക്കെ പോലുള്ള സാധനമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിന് 21 ദിവസത്തെ കാലയളവുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് മറ്റു വളങ്ങൾ നൽകാനും അതേപോലെ തന്നെ മഗ്നീഷ്യം ആവശ്യമുണ്ടെങ്കിൽ അതിന് ശേഷം കൊടുക്കാനേ പറ്റുള്ളൂ. ഡോളമേറ്റ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല ഒറിജിനൽ നല്ല സാധനം വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. എങ്കിൽ അതിൽ ഏകദേശം 35 മുതൽ 40% വരെ മഗ്നീഷ്യം അതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ടാണ്, കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കാത്ത തെങ്ങിൻ്റെ തോട്ടങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഡോളമേറ്റ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 10-15 ദിവസത്തിൻ്റെ ഇടയിലായിട്ട് നമുക്ക് NPK വളങ്ങൾ കൊടുക്കണം, ജൈവ വളങ്ങൾ കൊടുക്കണം, ആവശ്യമെങ്കിൽ ബോറോൺ കൊടുക്കണം. ഇതിൽ ഓരോ മൂലകത്തിനും ഓരോ ധർമ്മമായിരിക്കും ഉണ്ടാവുക. നൈട്രജൻ ഇലകളുടെ ഹരിതകത്തിൻ്റെ നിലനിൽപ്പ് നോക്കും. മഗ്നീഷ്യവും അതേപോലെ തന്നെ നല്ല ഹരിതകം നൽകാനും പച്ചപ്പ് നൽകാനൊക്കെ അതിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഫോസ്ഫറസ് വേരുകളെ ബലപ്പെടുത്തി കൂടുതൽ വെള്ളവും വളവും വലിച്ചെടുക്കാൻ സഹായിക്കും. പിന്നെ പൊട്ടാസ്യം രോഗ കീട പ്രതിരോധ ശേഷി കൂട്ടുകയും വരൾച്ചയെ നേരിടാൻ സഹായിക്കുകയും
അന്നജ ആസിഡുകളുടെ നിർമ്മാണത്തെ സഹായിച്ചു കൂടുതൽ പ്രോട്ടീനും കൊഴുപ്പും കൂടുതലായി ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നുള്ളത് ബോറോണാണ്. ഇലകൾക്ക് ശരിയായ ആകൃതിയും പരാഗണവും ഉറപ്പുവരുത്തും. സിങ്ക്, മഗ്നീഷ്യം, ക്ലോറിൻ എന്നിവയൊക്കെ വിവിധ എൻസൈമുകളുടെ ഉൽപ്പാദനം വഴി ചെടിയുടെ മെറ്റബോളിസത്തെ സഹായിക്കും. കാൽസ്യം കോശഭിത്തി ബലപ്പെടുത്തും. ഇത്തരത്തിൽ തെങ്ങിന് ആവശ്യമായ 17ഓളം മൂലകങ്ങൾ അതിൻ്റെ 2 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ വ്യാസാർത്ഥത്തിൽ തടത്തിൽ ലഭ്യമാക്കത്തക്ക തരത്തിലായിരിക്കണം തെങ്ങിൻ്റെ വളപ്രയോഗം. ഇത്തരത്തിൽ തെങ്ങിന് ആവശ്യമായ 17ഓളം മൂലകങ്ങളുണ്ട്. ഈ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മൾ ഈ വളങ്ങളെ നമ്മൾ തടെടുത്തിട്ടുള്ള 3 മീറ്റർ വളത്തിൻ്റെ അകത്ത് നമ്മൾ ഈ വളങ്ങളെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ ഈ വളത്തെ നമ്മൾ എപ്പോൾ കൊടുക്കണം? നമ്മുടെ സാധാരണ രീതിയിൽ നനക്കാൻ സാഹചര്യമില്ലാത്ത നമ്മുടെ തോട്ടങ്ങളിൽ നമ്മൾ മഴയെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ വളപ്രയോഗം നടത്തുക. വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ തെങ്ങിന് വളം കൊടുക്കേണ്ടി വരിക. ഒന്ന് ജൂൺ ജൂലൈ മാസത്തിലാണ്, അടുത്തത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. ആകെ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ 2 ഭാഗം ജൂൺ ജൂലൈ മാസത്തിലും ബാക്കി വരുന്ന ഭാഗം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലുമാണ് നമ്മൾ നൽകുന്നത്. നമ്മൾ നനക്കുന്ന തോട്ടമാണെങ്കിൽ നമുക്ക് തവണകൾ കൂട്ടി ചെയ്യാൻ പറ്റും. കുറേശ്ശെ തവണകൾ കൂട്ടി ചെയ്താൽ അതാണ് ഏറ്റവും ഗുണകരമായ രീതി. നമ്മൾ ഇത്തരം ആവശ്യമുള്ള വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അഥവാ മച്ചിങ്ങ വീഴുന്നുണ്ടെങ്കിൽ ബോറോൺ കൊടുക്കണം. ഞാൻ സൂക്ഷ്മ മൂലകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം അതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നന്നായി പുതയിടണം. ഈ 2 പ്രാവശ്യവും നമ്മുടെ പറമ്പിലുള്ള കാടുകളും മറ്റുമൊക്കെ വെട്ടിയിട്ടിട്ട് നമ്മൾ അതിനെ നന്നായി പുതയിട്ട് മൂടണം. മണ്ണിട്ട് മൂടേണ്ടതില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വർഷാവർഷം തെങ്ങിന് തടമെടുക്കേണ്ടതില്ല. ഞാൻ ഈ പറയുന്ന രീതിയിലാണ് തടമെടുക്കുന്നതെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം നമുക്ക് തടമെടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചതുമാണ്. നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി തന്നൊരു സംഭവം കൂടെയാണ്. ഇനി ഡിസംബർ മുതൽ മെയ് മാസം വരെ നമുക്ക് നനക്കാൻ കഴിയുകയാണെങ്കിലോ വിളവ് ഇരട്ടിയാവട്ടോ എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള തോട്ടങ്ങളിൽ NPK വളങ്ങൾ ഇരട്ടിയാക്കി നമുക്ക് എന്താക്കാം, പിന്നെ തവണകൾ കൂട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നനക്കാൻ പറ്റുന്ന തോട്ടങ്ങളായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ തെങ്ങിനെ തടെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലും പറമ്പിലൊക്കെ ആയിട്ട് നമുക്ക് പയറുവിത്തുകൾ വിതറി കഴിഞ്ഞാൽ ഈ മഴക്കാലത്തൊക്കെ ആദ്യ മഴയൊക്കെ വരുമ്പോൾ വിതറി കഴിഞ്ഞാൽ ധാരാളം ഉണ്ടാവും. നമുക്ക് ആവശ്യത്തിന് ഇലകൾ എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കിട്ടുന്ന അത്ര നമ്മൾ മറ്റ് കീടനാശിനികളൊന്നും ഉപയോഗിക്കണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന അത്ര പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ ഈ തടെടുത്ത് കഴിഞ്ഞാൽ ആ തടത്തിൻ്റെ മേലെ നമുക്ക് ചീര, മഞ്ഞൾ, ഇഞ്ചി, കുറ്റിപ്പയർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ആ തടത്തിലും വളർത്താൻ പറ്റും. അപ്പോൾ അത് നമുക്ക് വേറെയും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതും നമുക്ക് പരീക്ഷിക്കൽ അത് ചെയ്യണം. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ വേസ്റ്റ് വീണ്ടും നമുക്ക് ഇതിന് വളമായിട്ട് കൊടുക്കാനും ജൈവവളമാക്കി ഉപയോഗിക്കാനൊക്കെ പറ്റും എന്നുള്ളതും നമ്മളൊന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ തെങ്ങിനൊപ്പം ഇടവിളകൾ ചെയ്യുന്നത് തോട്ടത്തിലെ ജലസംരക്ഷണം, അതായത് സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അവർക്കുള്ള വളങ്ങൾ നമ്മൾ വേറെ തന്നെ പ്രത്യേകമായിട്ട് കൊടുക്കണം. എന്നിരുന്നാലും അത് മണ്ണ് നന്നായി വരാനും നല്ല ജൈവസമ്പുഷ്ടമായി വരാനും ഒക്കെ ഒരുപാട് ഉപകരിക്കും. അപ്പോൾ നമ്മൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തേങ്ങ വലിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അവരോട് തീർത്ത് പറയണം. ഒരു തെങ്ങിൽ കയറി കത്തി എത്തുന്നിടത്ത് വലിച്ചിട്ട് പോന്നാൽ മാത്രം പോരാ, ആ തെങ്ങ് ക്ലീൻ ചെയ്യണം. അത് പിന്നെ ഉണങ്ങിക്കിടക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയിട്ടതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. അതൊക്കെ എന്താക്കണം, ഒന്ന് ക്ലീൻ ചെയ്യണം, നിർബന്ധമാണ്. അപ്പോൾ അതും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. തെങ്ങിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും നമ്മൾ തെങ്ങിൻ്റെ മുരട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതൊരു വളമാണ്. അപ്പോൾ അതിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും വിശദമായിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇത് ഞാൻ ഇത്രയും പറഞ്ഞു വരാനുണ്ടായ കാരണം നമ്മൾ നാട്ടിൽ ഇഷ്ടം പോലെ തെങ്ങുകളുണ്ട്, തെങ്ങ് കൃഷിയുണ്ട്. എന്നിരുന്നാൽ പോലും ആരും അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദനയാണ്. തെങ്ങൊക്കെ ഇങ്ങനെ ആ ഇലകളൊക്കെ ഇങ്ങനെ ചെറുതായി മഞ്ഞ കളറായി അതിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളൊരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിഫന്ന ഗാർഡൻസ് ഇത് ഒരു പുതിയ ഉത്തരവാദിത്തമായിട്ട് നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ തെങ്ങ് കൃഷിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ ആ രംഗത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചോളൂ, എപ്പം വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും നമ്മളത് ചെയ്തു തരാം. ഇനി അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മളത് എങ്ങനെയാണ് ശാസ്ത്രീയമായി തടയെടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളതിന് വളപ്രയോഗം ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നതൊക്കെ നമ്മൾ തന്നെ വന്നിട്ട് അത് വേണ്ട രീതിയിൽ ചെയ്തു തരുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് അതിൻ്റെ സഹായമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. അപ്പോൾ ഏതായാലും വിശദമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരും.